നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മങ്കൂട്ടത്തിൽ MLA വീണ്ടും സജീവമാവുകയാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് കണ്ണാടിയിൽ തെളിയട്ടെ UDFന്റെ വിജയ ചിത്രമെന്ന്. കണ്ണാടി പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു പ്രചരണത്തിന് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. കണ്ണാടി പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ അദ്ദേഹം പ്രവർത്തന മണ്ഡലങ്ങളിൽ സജീവമാകാനിരുന്നപ്പോൾ പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ടതാണ്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി താൻ പ്രവർത്തിക്കും എന്നതടക്കമുള്ള ഒരു പ്രതികരണം രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു. മാത്രമല്ല, ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസ് വേദിയിൽ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ വാർത്തയായതാണ്. പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത്. നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, താൻ അതിൽ പങ്കെടുത്തില്ല എന്നൊരു പ്രതികരണമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം സംഭവത്തിൽ നേതൃത്വം പ്രതികരിച്ചിരുന്നില്ല. ഓഗസ്റ്റ് 20-നാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നത്. വിവാദം കടുത്തതോടെ രാഹുൽ മങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്തു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാക്കളും ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ അയഞ്ഞതോടെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ പാർട്ടി നേതൃത്വം എത്തിയത്. എന്നാലും പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കൊപ്പം പ്രകടനമായി എത്തി പത്രിക നൽകി UDF സ്ഥാനാർത്ഥികൾ, അതും വാർത്തയായതാണ്. പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDFന്റെ മതേതര ശക്തി കേന്ദ്രമായി പിരായിരി തുടരുമെന്നും പിരായിരിയിൽ UDF തുടരുമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വീഡിയോ പങ്കുവച്ച് കുറിച്ചിരുന്നു. പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലായിരുന്നു രാഹുൽ പങ്കെടുത്തത്. ഇപ്പോൾ കണ്ണാടി പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്ന് തന്നെയാണ്, കണ്ണാടി പഞ്ചായത്തിന് വേണ്ടിയിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തതും വലിയ രീതിയിൽ വാർത്തയായതാണ്. വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി രാഹുൽ പ്രചാരണത്തിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം സംഭവത്തിൽ നേതൃത്വം പ്രതികരിച്ചില്ല. നമുക്കറിയാം, ഈ ഒരു ആരോപണം ഉയർന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ രൂക്ഷമായ രീതിയിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മളത് പൊതുവേദികളടക്കം കണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് രാഹുൽ മങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ VD സതീശന് എതിർപ്പുണ്ടാകുമോ എന്ന ചോദ്യം, അത് നേതൃത്വത്തിന്റെ എതിർപ്പുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. പക്ഷെ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ സജീവമാവുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിന്റെ രഹസ്യ യോഗത്തിൽ പങ്കെടുത്തതും വലിയ രീതിയിലുള്ള ഒരു വിവാദമായി മാറി. അതായത് പാലക്കാട് കണ്ണാടിയിൽ പഞ്ചായത്തിലെ കോൺഗ്രസ് യോഗത്തിൽ രാഹുൽ ഭാഗമായി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. എന്നാൽ അത്തരമൊരു യോഗം നടന്നിട്ടില്ല എന്ന് MLA നിലപാട് സ്വീകരിക്കുന്നു. പരിചയമുള്ള ചില ആളുകളെ കാണാനാണ് കണ്ണാടിയിൽ എത്തിയതെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയും. സസ്പെൻഷനിൽ കിട്ടിയെന്നത് കൊണ്ട് താൻ വേറെ പാർട്ടിയാണോ എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു. നടക്കാത്ത യോഗത്തെക്കുറിച്ച് എങ്ങനെ മറുപടി പറയുമെന്നായിരുന്നു രഹസ്യ യോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ നൽകിയ മറുപടി. കൈപ്പത്തി ചിഹ്നത്തിലാണ് താൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്നാണ് താല്പര്യം. അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. നല്ല UDFക്കാരെ കണ്ടാൽ പാലക്കാട് എന്നല്ല ഏത് സ്ഥലത്ത് വെച്ചും തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ചോദിക്കുമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അച്ചടക്ക നടപടി നേരിടുന്ന രാഹുൽ പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം നിലവിലുള്ളപ്പോഴാണ് ഇത്തരത്തിൽ രഹസ്യയോഗങ്ങളടക്കം പങ്കെടുത്തത് വലിയ വിവാദമാവുന്നത്. ഇതുവരെ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് പിൻവലിച്ചിട്ടില്ല. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതിനിടെ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ സ്ഥിര സാന്നിധ്യമാകുകയും ചെയ്യുന്നുണ്ട്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുരംഗത്ത് നിന്ന് മാസങ്ങളോളം രാഹുൽ മങ്കൂട്ടത്തിൽ വിട്ടുനിന്ന കാഴ്ചയും നമുക്കറിയാവുന്നതാണ്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മങ്കൂട്ടത്തിൽ പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ലെന്ന് VK ശ്രീകണ്ഠൻ MP. രാഹുൽ മങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോഴും UDF MLA ആണ്. രാഹുൽ മങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കാറില്ല. UDF സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മങ്കൂട്ടത്തിൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്തായാലും പാലക്കാട് UDFന് വേണ്ടിയിട്ട്, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തന്റെ പ്രവർത്തനം തുടരുകയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ MLA. അതിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ VK ശ്രീകണ്ഠന്റെ അടക്കം ഒരു പ്രതികരണം വരുന്നു. എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം പാലക്കാടിന്റെ ഒരു ചിത്രം നോക്കിയാൽ UDFിലും കോൺഗ്രസിലും വ്യാപകമായി വിമതർ പത്രിക നൽകിയതോടെ മുന്നണി സംഘർഷഭരിതമായി മാറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. സീറ്റ് അനുവദിക്കാത്തതിനാൽ പലയിടത്തും UDF ഘടകകക്ഷികളും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. 12 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ, നഗരസഭകളിൽ 3 ഡിവിഷനുകളിലും വിമതർ പത്രിക നൽകിയിരുന്നു.
തൃത്താല ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി CA റംഷാദ് ബ്ലോക്ക് പഞ്ചായത്തിലെ കറുകപ്പുത്തൂർ ഡിവിഷനിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അറിയിച്ചിരുന്നു. KC ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്ല പൂക്കരത്ത് തിരുമിറ്റക്കോട് പഞ്ചായത്ത് 8ാം വാർഡിലും സ്വതന്ത്രനായി മത്സരിക്കും. കണ്ണാടി പഞ്ചായത്ത് 12ാം വാർഡിൽ നിലവിലെ കോൺഗ്രസ് അംഗം സുനിത വിമതയായി പത്രിക നൽകി. പുതുശ്ശേരി പഞ്ചായത്ത് 23ാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകൻ സ്വാമിനാഥൻ വിമതനാണ്. പട്ടാമ്പി നഗരസഭ 25ാം ഡിവിഷനിൽ കോൺഗ്രസ് വിമതയായി KT റുഗിയ പത്രിക നൽകി. കുത്തനൂർ പഞ്ചായത്ത് നടുത്തറ വാർഡിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് KA രാജേഷ്, കോട്ടായി പഞ്ചായത്ത് 2ാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകൻ യഹിയാൻ, മത്തൂർ പഞ്ചായത്ത് 4ാം വാർഡിൽ മുൻ പഞ്ചായത്ത് അംഗം രത്നാമണി നാരായണൻ, 11ാം വാർഡിൽ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് പവിത്രൻ എന്നിവരുമാണ് വിമതരായി മത്സര രംഗത്തുള്ളത്. തേങ്കുറിശ്ശി പഞ്ചായത്ത് 4ാം വാർഡിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ A ചന്ദ്രദാസ് വിമതനാണ്. ഒറ്റപ്പാലം നഗരസഭയിൽ മീറ്റ്ന വാർഡിൽ മുൻ മണ്ഡലം പ്രസിഡന്റും ഒറ്റപ്പാലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായ A മുണ്ണികൃഷ്ണനാണ് മത്സര രംഗത്തുള്ളത്. എന്തായാലും പാലക്കാട് നഗരസഭയിൽ സീറ്റ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഘടകകക്ഷിയായ നാഷണൽ ജനതാദൾ ഒറ്റയ്ക്ക് മത്സരിക്കും. എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു പാലക്കാട്ടെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിലും വമ്പൻ വിജയം തദ്ദേശ തിരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നപ്പോഴാണ് യുവ MLA ലൈംഗിക ആരോപണ കേസിൽ പെട്ടുപോയത്. അപ്പോൾ ഈ ഒരു രാഹുൽ നേരിട്ട ആരോപണം കോൺഗ്രസിനെ ഇവിടെ ബാധിക്കുമോ എന്നൊരു ചോദ്യവും കൂടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാടുള്ള ഒരു പ്രചരണം അതുപോലെ തന്നെ വിജയമൊക്കെ പ്രധാനമായും കോൺഗ്രസ് ഉറ്റുനോക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം ബാധിക്കുമോ ഇല്ലയോ, കോൺഗ്രസിനെ ബാധിക്കുമോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് ഫലം വരേണ്ടിയിരിക്കുന്നു. നഗരസഭയിൽ UDFന് കിട്ടിയ സീറ്റ് എങ്കിലും നിലനിർത്താനാകുമോ എന്നതാണ് പാലക്കാട്ടെ പ്രധാന ചർച്ച. ആരോപണം LDFും BJP ഒരുപോലെ തിരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുന്നുണ്ട്. പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് UDF ആയിരിക്കുന്നത്. 53 വാർഡുകളുള്ള നഗരസഭയിൽ 43 സ്ഥലങ്ങളിൽ കോൺഗ്രസും 10 ലീഗും മത്സരിക്കാനാണ് ധാരണ. ഒരു സീറ്റ് നാഷണൽ ജനതാദളിന് നൽകും. ലീഗ് 9 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാടൻ കോട്ടയിൽ 3ാമതും ഭരണം ലക്ഷ്യമിടുന്ന BJPക്ക് പാളയത്തിലെ പടയാണ് ഭീഷണി. നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴുണ്ടായ പൊട്ടിത്തെറി പൂർണ്ണമായും മാറിയിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നത്. 52ൽ 28 സീറ്റിൽ വിജയിച്ച BJPയുടെ ഭരണ തുടർച്ച തടയിടാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറയുന്നത്. 2015ലെ തിരഞ്ഞെടുപ്പിൽ 24 സീറ്റായിരുന്നു BJPക്ക് കിട്ടിയത്. ഭരണസമിതിയുടെ വികസന നേതൃത്വത്തിലാണ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ 28 സീറ്റ് ജനങ്ങൾ നൽകിയത്. അത് ഈ തിരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് പ്രമീള ശശിധരന്റെ പ്രതികരണം. കനറ ബാങ്ക് കോംപ്ലക്സിന്റെ പുനർനിർമ്മാണം, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് മുന്നിലെ ജൈവ മാർക്കറ്റ്, ഒലവക്കോട് കംഫർട്ട് സ്റ്റേഷൻ, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ, 8 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച ചികിത്സ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് BJPയുടെ പ്രചാരണം. 20 കോടി രൂപയിലധികം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് പ്രത്യേകം അനുമതിയോടുകൂടി കിട്ടിയെന്ന നേട്ടവും BJP ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി. കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത്. സംസ്ഥാന അധ്യക്ഷൻ മുതിർന്ന നേതാവ് N ശിവരാജന് പോസ്റ്ററിൽ ഉണ്ട്. കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ. രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടാണ് കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത്. കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തെ കൃഷ്ണദാസിനും P സ്മിതേഷിനും മാത്രമാണ് സീറ്റ് കിട്ടിയത്. കടുത്ത തർക്കമാണ് പാലക്കാട് BJPയിൽ നിലനിന്നിരുന്നത്. 2 പക്ഷമായാണ് BJP പ്രവർത്തിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിരുന്നു. കൃഷ്ണദാസ് പക്ഷത്തിന് വിരുദ്ധമാണ് കൃഷ്ണകുമാർ. കൃഷ്ണദാസ് പങ്കുവച്ച പോസ്റ്ററിലാണ് ഇത്തരത്തിൽ ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.